ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ ഇതുപോലത്തെ ഇലക്ട്രോണിക്സ് ബോർഡിൽ SPD അതായത് സർജ് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഡിവൈസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഡിവൈസിൽ നമുക്ക് SPD വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചാർജ് മൊഡ്യൂളാണ് 12 വോൾട്ടിൻ്റെ. ഇതിലെ SPD ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു MOV ആണ്, മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു വേരിസ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വോൾട്ടേജ്, അതായത് വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഉപകരണത്തിൽ ഇലക്ട്രോണിക്സ് ബോർഡിൽ വരുന്ന ഈ ഒരു നീല ഭാഗം വരുന്ന ഇതാണ് ഇതിൻ്റെ സർജിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്കിത് MOV, ഇതാ ഈ ഒരു നീല കളറിലെ മെറ്റൽ ഓക്സൈഡ് വേരിസ്റ്റർ എന്നാണ് MOV എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ഇതിലെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലോ വോൾട്ടേജിൽ നമുക്ക് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും, ഹൈ വോൾട്ടേജിൽ ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതായത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് വോൾട്ടേജ് നമ്മളിപ്പോൾ 275 വോൾട്ടാണ് നമുക്ക് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ 275 നമ്മുടെ ഈ ഒരു ലൈനിൽ വരുന്ന നമുക്കിത് 230 വോൾട്ട് ആ റേഞ്ചിലാണ് നമുക്ക് വരിക. അപ്പോൾ 230, 240, ചിലപ്പോൾ നമുക്കൊരു 260 വരെ കൂടാം. അപ്പോൾ ഒരു 275 വോൾട്ടിൻ്റെ ഒരു MOV ആണ് ഇത്. അപ്പോൾ ഈ ഒരു 275 വോൾട്ടിലധികം വന്നു കഴിഞ്ഞാൽ ഇത് ഷോർട്ട് പോലെ വർക്ക് ചെയ്യും. ആ ഷോർട്ടായിട്ട് വർക്ക് ചെയ്യുക പറഞ്ഞാൽ ഈ ഒരു ബോർഡിൽ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഫേസ് ന്യൂട്രൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫ്യൂസ്, ഇവിടെ കാണുന്ന ഒരു ഫ്യൂസ് വഴിയാണ് നമുക്ക് ഫേസ് കയറിയിട്ട് ന്യൂട്രൽ ഈ ഒരു സർക്യൂട്ടിലേക്ക് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാക്കുന്നത്, അതായത് ഇതിലേക്ക് വോൾട്ടേജ് വരുന്നത്. ഈ വോൾട്ടേജ് വരുന്ന ഈ ഒരു ഫ്യൂസിൻ്റെയും ഈ ഫ്യൂസ് കഴിഞ്ഞ്, അതായത് ഫേസ് കൊടുത്ത് നമുക്ക് ഫ്യൂസ് കഴിഞ്ഞ് ന്യൂട്രലിൻ്റെയും ഈ ഫ്യൂസിൻ്റെയും അതായത് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് 275 വോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ഇവിടെ ഷോർട്ടായിട്ട് വർക്ക് ചെയ്യും ഈ ഒരു ഡിവൈസ്. അപ്പോൾ ഹൈ വോൾട്ടേജ് വരുമ്പോൾ നമുക്ക് ലോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഷോർട്ടായിട്ടാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് 275 വോൾട്ടിലധികം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഷോർട്ടായിട്ട്, അപ്പോൾ നമ്മുടെ ഈ ഫ്യൂസ് അതിനാണ് കൊടുത്തിരിക്കുന്നത്. ആ സമയത്ത് ഈ ഫ്യൂസ് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഫ്യൂസ് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോർഡിനെ നമുക്ക് സംരക്ഷിക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് വേറെ വിധത്തിൽ നമുക്ക് നമുക്ക് ഡിവിനലൊക്കെ വരുന്ന സമയത്തും ചെയ്യാം. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ഡിവൈസ് ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ നമുക്ക് നീല കണ്ട എല്ലാം നമുക്ക് MOV ആണെന്ന് അല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം, ഇത് നമുക്ക് നമ്മുടെ മോസ്കിറ്റോ വെറ്റിലെ ഒരു ഇതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ കാണാം, ഈ നീല കണ്ടാൽ നിങ്ങൾക്ക് MOV ആയിരിക്കും, പക്ഷേ ഇതൊരു കപ്പാസിറ്ററാണ്. അപ്പോൾ MOV എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഇതുപോലെ ഉണ്ടാവും, കറക്റ്റ് പരന്നിട്ട് ഇതേപോലെ. പക്ഷേ നമുക്ക് എല്ലാ ഡിവൈസിലും ഉണ്ട്. അപ്പോൾ ഇതൊരു മൈക്രോ കൺട്രോളർ ബോർഡാണ്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ ഫ്യൂസ് കഴിഞ്ഞ് ഇവിടെ കണക്ഷൻ കൊടുക്കുക, ഫേസ് ന്യൂട്രൽ കൊടുക്കും. അതേപോലെ തന്നെ ഫേസ് ഇതിലെ ഈ ഫ്യൂസ് കൂടെ ഇതിലെങ്ങനെ കയറി സർക്യൂട്ടിലേക്ക് കയറും, ന്യൂട്രൽ നേരെ സർക്യൂട്ടിലേക്ക് കയറും. ഈ ഒരു ഫ്യൂസിൻ്റെയും ഇവിടുന്ന് പോണ ന്യൂട്രലിൻ്റെയും പാരലായിട്ടാണ് ഇവിടെ ഈ MOV കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഈ പറഞ്ഞ വോൾട്ടേജ് ഓവർഫ്ലോ വരുന്ന സമയത്ത് ഈ ഒരു പെട്ടെന്ന് ഇത് കണ്ടക്ട് ചെയ്യും. ഇത് പെട്ടെന്ന് ഷോർട്ടായിട്ട് ഈ ഒരു ഫ്യൂസിനെ ബേൺ ആക്കിയിട്ട് ഈ സർക്യൂട്ടിനെ നമുക്ക് സംരക്ഷിക്കും. പക്ഷേ നമുക്ക് ഒരുവിധം ബോർഡിലൊക്കെ നമുക്കുണ്ട്. ഇതൊരു നമ്മുടെ ട്യൂബാണ്, ട്യൂബിൻ്റെതാണ് MOV ആണ്. ഇതും ഇവിടെ വരുന്നത് ഫ്യൂസിന് പകരം നമുക്ക് ഒരു റെസിസ്റ്റൻസ് ടൈപ്പ് ഫ്യൂസാണ് വരുന്നത്. അതുകൂടെ ഇല്ല, അപ്പോൾ നമ്മളെടുത്ത് ഒഴിവാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് വീട്ടിലേക്കൊരു ഇതുണ്ടാക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 225 വോൾട്ട് ഇതുള്ള ഒരു MOV ആണ് നമുക്ക് വേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റൻസ്, അതേപോലെ തന്നെ ഒരു ഫ്യൂസ്, പിന്നെ ഒരു ബോക്സ് ടൈപ്പ് കപ്പാസിറ്റർ. അപ്പോൾ പോയിൻ്റ് ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലാണ്. നമുക്ക് ഒരു 0.33 MFD, പിന്നെ ഒരു 225 വോൾട്ട് മതി നമുക്ക് കപ്പാസിറ്റർ, 225 റേഞ്ചിലുള്ള മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചും കൂടെയാണ് വേണ്ടത്. ഇതൊരു സോക്കറ്റായിട്ട് നമുക്ക് ഒരു ഡിവൈസ് കുത്താനാണെങ്കിൽ നമുക്ക് വലത്ത് ഭാഗത്ത് ഇവിടെ ഫേസ്, ഇവിടെ ന്യൂട്രൽ, നമുക്കിവിടെ മോൾ ഭാഗത്തായിട്ട് എർത്തും. അപ്പോൾ ഈ ഒരു ന്യൂട്രൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ന്യൂട്രൽ ഇവിടെ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫേസ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു ഫ്യൂസ് ഇവിടെ കണക്ട് ചെയ്യും. ഈ ലോഡിനനുസരിച്ച് ഫ്യൂസ്, അതായത് MOVക്കുള്ള ഓരോ MOVക്കും ഓരോരു ഇതുണ്ട്. നമുക്ക് ഈ ഒരു ഡയമീറ്ററിനനുസരിച്ച് നമുക്ക്
ഇതിൻ്റെ പവർ കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും നേരം ഷോർട്ടായി നിൽക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള MOV നമ്മൾ യൂസ് ചെയ്യുക. അതായത് ഡയമീറ്റർ വരും. അതിൽ S20 എന്നാണ് വരുന്നത്. അപ്പോൾ S20 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയമീറ്ററാണ്, അതായത് ഈ ഒരു ഇത്. പിന്നെ വരുന്നത് നമുക്കിത് K225, അതായത് ഈ ഒരു വോൾട്ടേജ്, അതായത് അത്രയും വോൾട്ടേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഷോർട്ട് ആവുന്നുള്ളൂ. അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന K225 എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഫേസ്, അപ്പോൾ നമ്മളിവിടെ ഫേസ് കൊടുത്തു. അപ്പോൾ ഫേസിൻ്റെ ഇവിടെ നമുക്കൊരു വേണമെങ്കിൽ സ്വിച്ച് കൂടി കൊടുക്കാം. ഒരു സ്വിച്ച് ഇവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് ഫുൾ ടൈം ഇവിടെ ഓണായി കിടക്കുന്നതും ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയിട്ടാണ് ഈ ഒരു പ്ലഗ് വർക്ക് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ സ്വിച്ചും കൊടുക്കാം. ഇവിടെ സ്വിച്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ ഇത് ഫ്യൂസ്. അപ്പോൾ ഈ ഒരു ഫ്യൂസ് കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ ഈ ഒരു MOV ഇവിടെ കൊടുക്കേണ്ടത്. ഫ്യൂസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് MOV പാരലൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി നമുക്ക് 230 വോൾട്ട് AC സപ്ലൈ ആണ് ഉണ്ടാവുക. ഈ ഒരു 230 AC സപ്ലൈ ഉണ്ടാകും. നമുക്കിവിടെ ഈ ഒരു ഡിവൈസ് നമ്മളുടെ TV ആണ് ഇവിടെ വർക്ക് ചെയ്യിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ TVയിലേക്കാണ് ഈ പ്ലഗ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ, നമ്മുടെ TVക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് തന്നെ ഇത് ഇപ്പോൾ ഈ ഒരു ലെവലിൽ ഇപ്പോൾ വോൾട്ടേജ് പോകുന്ന സമയത്ത് TV ഫുൾ ടൈം വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 300 വോൾട്ടൊക്കെ പെട്ടെന്ന് ലൈനൊക്കെ ടച്ച് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഡയറക്റ്റ് ഈ MOV ഇവിടെ ഇല്ലെങ്കിൽ ഈ ഡയറക്റ്റ് വോൾട്ടേജ് നമ്മുടെ ഈ TVയിലേക്ക് പോകും. TVയും അതിനോട് അനുബന്ധിച്ച ഉപകരണങ്ങൾ നമുക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു TVയിൽ നമുക്ക് TVൻ്റെ ഒരു ബോർഡാണ്. ഈ TVൻ്റെ ബോർഡിൽ നമുക്ക് MOV ഇവിടെ ഉണ്ട്, ഇതിലുണ്ട്. നമുക്ക് TVൻ്റെ ബോർഡ് നമുക്കുണ്ട്. പക്ഷേ എങ്കിലും ഡബിൾ പ്രൊട്ടക്ഷൻ എന്ന വിധത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഇതിലിപ്പോൾ 220 വോൾട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു ഇപ്പോൾ ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഈ ഇതിൽ നമുക്ക് MOVക്ക് കറണ്ട് ഫ്ലോ ഇല്ല. അതായത് ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് റെസിസ്റ്റൻസ് കുറയും, ഇത് ഷോർട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ലോ വോൾട്ടേജ് ഉദ്ദേശിക്കുന്നത് ഇത് 225 ആയതുകൊണ്ട് അത് ലോ വോൾട്ടേജ് ആണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഈ സമയത്ത് പെട്ടെന്നൊരു 280 290 വോൾട്ടേജൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ ഷോർട്ടാവും. ഇവിടെ ഷോർട്ടാവുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുക, ഇവിടേക്ക് നമുക്ക് കറണ്ട് പ്രവഹിക്കില്ല. അപ്പോൾ ഇവിടെ ഷോർട്ടായിട്ട് ഈ ഒരു ഫ്യൂസ് പോവുകയാണ് ചെയ്യുക. ഈ ഫ്യൂസ് ഇവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ വോൾട്ടേജ് എടുക്കില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു ഉപകരണം അങ്ങനെ സേഫായി കിട്ടും. അതുപോലെ തന്നെ ഈ MOV നമുക്ക് ഇവിടെ വരും. അതേപോലെ തന്നെ ഈ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ വെക്കും. സ്വിച്ച് കയറിയിട്ട് ഈ ഒരു ഫ്യൂസ് നമുക്ക് ഇവിടെ വെക്കും ചെയ്യും. അപ്പോൾ ഇതിൽ കൂടെ ഈ ഒരു സ്വിച്ചിൽ കയറി അതേപോലെ തന്നെ ഈ ഒരു ഫ്യൂസിൽ കയറിയിട്ട് നേരെ നമ്മുടെ ഈ ഒരു ഇവിടെയുള്ള TV അതിലേക്ക് പോകും. അപ്പോൾ ന്യൂട്രൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ ഇതിവിടെ ഷോർട്ടാവുന്ന സമയത്താണ് ഈ ഒരു ഫ്യൂസ് ബേൺ ആവുകയും ചെയ്യാം. നമുക്ക് വേറെ മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരു SPD വർക്ക് ചെയ്യണമെങ്കിൽ, SPD സർജ് പ്രൊട്ടക്ഷൻ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ, അപ്പോൾ ഡിവൈസ് പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതുപോലെയും വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു MOV ഇതിൻ്റെ 2 MOV വേണം. 225 വോൾട്ടിൻ്റെ 2 MOV വേണം. അതേപോലെ തന്നെ 1 മെഗാ ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് വേണം, ഒരു ബോക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു കപ്പാസിറ്റർ 0.33 225 വോൾട്ട് റേഞ്ചിൽ മതി. പിന്നെ അതുപോലെ തന്നെ ഒരു സ്വിച്ചും. ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഫേസ് ഇവിടുന്ന് പോയി സ്വിച്ച് വഴി വന്ന് നമ്മുടെ ഈ ഒരു ബോക്സിലേക്ക് ഫേസ് ഇവിടെ എർത്ത് വരും. അപ്പോൾ ഇവിടെ ന്യൂട്രൽ വന്നു. ഈ ന്യൂട്രൽ നേരെ ഇവിടെ വന്ന് ഇനി നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് ഇവിടെ ഒന്ന് അതേപോലെ തന്നെ ഒന്നുകൂടി ഇതിന് സീരിയസ് ആയിട്ട് ഇതിൻ്റെ ഒന്നുപാടെ സീരിയസ് ആയിട്ട് ഇവിടെ ഇത് സീരീസും ഇത് നേരെ സർക്യൂട്ടിന് പാരലായിട്ട് 2 എണ്ണം കൊടുക്കും. അപ്പോൾ 2 എണ്ണം കൊടുക്കുക പറയുമ്പോൾ ഒന്ന് ഇവിടെ കൊടുക്കും, അതേപോലെ തന്നെ ഒന്ന് ഇവിടുന്ന് ഇങ്ങോട്ടും കൊടുക്കും. അങ്ങനെ ഇത് സീരീസ് ആയിട്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു കപ്പാസിറ്റർ, അതായത് ഈ ഒരു വോൾട്ടേജിനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്ററാണ്. ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ ഇവിടെ കൊടുക്കും. ഇതിൻ്റെ പാരലായിട്ട് കപ്പാസിറ്റർ കൊടുക്കും. പിന്നെ നമുക്ക് ഈ കപ്പാസിറ്ററിന് പാരലായിട്ട് 1 മെഗാ ഓമിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ കൊടുക്കുന്നത്. ഈ റെസിസ്റ്റൻസ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ, അഥവാ നമുക്ക് ഈ സ്വിച്ചൊക്കെ ഓഫായി കഴിഞ്ഞാൽ കപ്പാസിറ്ററിൽ സ്റ്റോറേജ് ഉണ്ടാകും. നമുക്ക് ആ ഒരു വോൾട്ടേജ് നമുക്ക്
ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓഫാക്കുന്ന സമയത്ത് ഇത് ഡിസ്ചാർജ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഗാ ഓമിൻ്റെ ഈ റെസിസ്റ്റൻസ് ഇവിടെ നമ്മളിവിടെ കൊടുക്കുന്നത്. ഇത് പാരലായിട്ടാണ് കൊടുക്കുന്നത് കപ്പാസിറ്ററിന്. പിന്നെ നമുക്ക് ഈ ഒരു സെൻട്രലുള്ള പോയിൻ്റ്, അതായത് ഈ ഒരു 2 MOV നമ്മൾ ഇവിടെ പിരിച്ചിട്ട് ഇവിടെ കൊടുക്കും. 2 MOV ഇവിടെ കൊടുക്കുന്ന സമയത്ത് നടുക്ക്, അതായത് നടുക്കുന്ന് ഇവിടുന്ന് വരുന്ന MOVൻ്റെയും നടുക്ക് നമ്മൾ ഒരു കണക്ഷൻ ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ആ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ നല്ലൊരു എർത്തിലേക്ക് കൊടുക്കണം, നല്ല പവർ എർത്ത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഫേസ്, അപ്പോൾ അവിടെ ഈ ഫേസിൽ നിന്നാണ് വോൾട്ടേജ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരിക വെച്ചാൽ, അപ്പോൾ അവിടെ ഈ ഒരു ഹൈ വോൾട്ടേജ്, ഈ ഫേസ് ന്യൂട്രലിൽ നിന്ന് ഹൈ വോൾട്ടേജ് വരിക വെച്ചാൽ ഈ ഒരു 2 MOV കണ്ടക്ട് ചെയ്യും, ഇവിടെ ഷോർട്ട് ആവുകയും ഇവിടെ ഒരു ഫ്യൂസ് വരച്ച് ഇവിടെ നമുക്കിവിടെ ഇതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ഫ്യൂസ് കൂടി വേണം, അപ്പോൾ ഇത് ഹൈ വോൾട്ടേജ് വരുന്ന സമയത്ത് ഇത് രണ്ടും ന്യൂട്രൽ ഫേസിൽ കൂടെ ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ ഇത് ഷോർട്ടായിട്ട് നമുക്ക് ഫ്യൂസ് പോകും. അപ്പോൾ ഇതങ്ങനെ സംരക്ഷിക്കാം. പിന്നെ അല്ലാതെ നമുക്ക് ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു എർത്തിൽ നിന്നും ഇതിൽ നിന്നാണ് സർജ് എന്തെങ്കിലും പ്രശ്നം വരുന്നത് വെച്ചാൽ ഈ ഒരു ലൈനിലാണ് ഫേസിൽ നിന്നാണ് വരുന്നതെങ്കിൽ അപ്പോൾ എന്താവും, ഈ ഒരു ഇത് ആക്റ്റീവ് ആവും. അവിടെ ഈ ഒരു പിന്നെ MOV ആക്റ്റീവ് ആവുകയും ഇത് ഷോർട്ടാവുന്ന സമയത്ത് ഈ വോൾട്ടേജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകരുത്. ഇതിന് പ്രശ്നമൊന്നുമില്ലാത്തതുകൊണ്ട് ഈ ഒരു വോൾട്ടേജ് നേരെ വന്ന് നമ്മളെ എർത്തിലേക്ക് പോയിട്ട് ഇവിടെ ഒരു മിന്നൽ നിന്ന് വരുന്ന ഈ എർത്തിലേക്ക് ഇറക്കി പോകും. ഇവിടെ നിന്നാണ് ന്യൂട്രൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്തിട്ട് ഷോർട്ടാവും, അപ്പോൾ ഇങ്ങോട്ട് പോകില്ല. അപ്പോൾ ഇത് ഇവിടെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ഇത് റെസിസ്റ്റൻസ് കുറവായിരിക്കും, അതുകൊണ്ട് ഇവിടെ ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് ഇത് നേരെ തിരിച്ച് ഇവിടെയും പോകും. ഇവിടെ നിന്ന് വരുന്ന നമുക്ക് ഇതിലും കണ്ടക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന എന്ത് ഉപകരണങ്ങൾ നമുക്ക് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ക്യാമറയുടെ ചാർജിങ് പോയിൻറ്റോ അല്ലെങ്കിൽ TV എന്ത് വേണമെങ്കിൽ ഇവിടെ കൊടുക്കുക. ഈ പ്ലഗ് പോയിൻ്റാണിത്. അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നം വരിക വെച്ചാൽ ഇത് നമുക്ക് സ്വിച്ച് ഓൺ ആക്കണം. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരിക വെച്ചാൽ ഒന്നുകിൽ ഇങ്ങനെ വരിക വെച്ചാൽ ഫ്യൂസും പോകും, അതുപോലെ ആണെങ്കിൽ ഇത് എർത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വരാം. ഓക്കെ, ബൈ, സീ യു.